ഹായ് എവരി വൺ, ഞാൻ സുജിക്കോഡ്. ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതേമാതിരി ബെൽ ബട്ടനൊക്കെ അമർത്താം. ഇതൊക്കെ സാധാരണ എല്ലാ യൂട്യൂബ് ചാനലുകാരും പറയുന്നതാണ്, ഞാൻ തന്നെ പറയുന്നത്, എല്ലാവരും പറയുന്നതാണ്, അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതാദ്യത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതെങ്ങനെയാണ്, എന്ത് സബ്ജക്റ്റാണ്, എന്ത് കണ്ടൻറ്റാണ് ഇതിലിടേണ്ടതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടില്ലേ, ഇപ്പോൾ നിലമ്പൂരിൽ ഒരു 15 വയസ്സായ ഒരു കുട്ടി മരിച്ചു അല്ലേ, അത് പന്നിക്കണി വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ മരണപ്പെട്ടു. അത് വളരെ വേദനാജനകമാണത്. കാരണം നമുക്ക് ഒരു വീട്ടിലൊരു കുട്ടി മരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛൻ മരിക്കുക, അമ്മ മരിക്കുക, സഹോദരൻ മരിക്കുക, മകനൊക്കെ മരിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ കുടുംബത്തെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും അത് അത്രമാത്രം ഫീൽ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനായാലും ആർക്കായാലും, മന്ത്രിമാർക്കായാലും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അവർക്ക് ആർക്കായാലും, ഇപ്പോൾ ഏത് പാർട്ടിക്കാർക്കായാലും അത്ര ഫീൽ ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ആ കുടുംബത്തിന് തന്നെയാണ്, ആ ഫാമിലിക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. പിന്നെ ഒരു ആൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം 10 ലക്ഷം 15 ലക്ഷം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു പന്നിയെ വെടിവെച്ച് വന്നിട്ടോ, ഒരു കടുവയെ വെടിവെച്ച് വന്നിട്ടോ, അല്ലെങ്കിൽ ആനയെ പിടിച്ച് കൂട്ടിലടച്ചിട്ടോ ഒന്നും അതിന് നഷ്ടപരിഹാരമാവുന്നില്ല അതിന്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലായില്ലേ? ഇത് പ്രിവെൻഷനാണ് ഇതിന് വേണ്ടത്. നമ്മളിതിനെ തടയുക. ഇവിടെ പ്രധാനമായിട്ടും സംഭവിക്കുന്ന എന്താണെന്നാണ് ഞാനിതിലൂടെ പറയുന്നത്. കാരണം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് മൃഗങ്ങളും, അതായത് കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമാണ്. ആ ഒരു നിലമ്പൂർ എടുത്തോളൂ, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് അല്ലേ, അതേമാതിരി അതിരപ്പള്ളി, ഇടുക്കി, ഇവിടെയൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ഇവിടെ വരുന്നത് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. അതിന് പുറത്താണ് മനുഷ്യർ താമസിക്കേണ്ട സ്ഥലം. പക്ഷേ കുറേ മനുഷ്യർ അവിടെ കുടിയേറി അവർ വീടുകൾ വെച്ച് അവർ പാർത്തു. പിന്നെ അവർക്കതിന് അവകാശങ്ങളൊക്കെ കിട്ടി, അവരവിടെ എല്ലാ അവകാശങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്ടെന്നൊരു കാര്യം വരുമ്പോൾ നമ്മൾ എടുത്തു ചാടല്ല നമ്മൾ വേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു ആന വന്നു, എപ്പോഴും പറയുന്നതാണ്, കാട്ടാന വന്നു, അല്ലെങ്കിൽ കടുവ വന്നു, മനുഷ്യരെ ആക്രമിച്ചു, മരണപ്പെട്ടു എന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ മനുഷ്യ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, മനസ്സിലായില്ലേ? അതേമാതിരി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം മൃഗങ്ങളുടെ ജീവനും വിലപ്പെട്ടതാണ്. എന്തേ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അവരും മരണപ്പെടാൻ പാടില്ല, അവരും കൊല്ലപ്പെടാൻ പാടില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇത് ഒരാൾ മരിച്ചതിന് ശേഷം കുറേ മറവിളെ കൂട്ടി ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ, കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും, അതായത് CPM LDF ഒക്കെ ആയാലും ഒക്കെ ഭയങ്കരമായിട്ട് അവരുടെ അത് രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് കാണാൻ എനിക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ കുറേ മറവിളി കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്, അതേമാതിരി തന്നെ നികുതി അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു അവകാശത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതിന് പരിഹാരം കാണേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. ഈ മൃഗങ്ങൾ ഒരിക്കലും ജനവാസ സ്ഥലങ്ങളിലേക്ക് വരരുത്. അതിനുള്ള പരിഹാരമാണ് ഗവൺമെൻറ് കാണേണ്ടത്. ഇപ്പോൾ പ്രധാനമായിട്ട് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അതിന് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ ആനയൊക്കെ സാധാരണ വരുന്നത്, ആനയും കടുവയൊക്കെ അവർക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴാണ് എല്ലാ മൃഗങ്ങളും വരുന്നത്. വിശപ്പ് സഹിക്കാൻ ആർക്കും കഴിയില്ല. നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമോ? എനിക്ക് കഴിയില്ല വിശപ്പ് സഹിക്കാൻ. നല്ല സങ്കടം വരാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പട്ടിണി കിടക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എനിക്ക് പലപ്പോഴും നല്ല സങ്കടം എനിക്ക് പട്ടിണി എടുക്കുമ്പോഴൊക്കെ എനിക്ക് വരാറുണ്ട്. വിശപ്പിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴാണ് അവർ ഈ പുറത്തേക്ക് വരുന്നത്. അല്ലാതെ മനുഷ്യരെ വാരി ചിന്തിക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല, മനസ്സിലായില്ലേ? അവർക്ക് എവിടെയാണ് നമ്മളെ മാറി ചിന്തിക്കാനുള്ള കഴിവ്? അവർക്ക് അറിഞ്ഞൂടെ ഇത് മനുഷ്യരാണ്, കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ കൃഷിസ്ഥലമാണ്, നശിപ്പിക്കാൻ പാടില്ല. ഇതൊന്നും മൃഗങ്ങൾക്കറിയില്ല. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല. ആ കഴിവ് കിട്ടിയിരിക്കുന്നത് മനുഷ്യർക്കാണ്. അപ്പം നമ്മളാണ് ചിന്തിച്ചിട്ട് വേണ്ട നടപടികൾ എടുക്കേണ്ടത്. ഇവിടെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് ഇപ്പോൾ ആനയ്ക്ക് വേണ്ട വൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തുക, പുല്ലുകളൊക്കെ നട്ടു വളർത്തുക. അപ്പോൾ അത് ഭക്ഷിച്ചിട്ട് അത് കാട്ടിനുള്ളിൽ തന്നെ ജീവിക്കും, ഒരിക്കലും പുറത്ത് വരാൻ ഇഷ്ടപ്പെടില്ല. അതുമാതിരി ടാങ്കുകളൊക്കെ കെട്ടി അതിൽ വെള്ളം നിറച്ചിടുക.
അപ്പോൾ അവർ വന്നിട്ട് ആനകളായാലും കടുവയായാലും ഒക്കെ അതിലൂടെ വന്ന് അവിടെ വന്ന് വെള്ളം കുടിച്ച് അവർ പൊക്കോളും. അവരൊരിക്കലും പുറത്തേക്ക് വരാൻ അവരിഷ്ടപ്പെടില്ല. അവർ കാട് തന്നെയായിരിക്കും അവർക്ക് ഇഷ്ടം. അവർ അവിടെ താമസിക്കും. ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പിന്നെ കിടങ്ങുകൾ നിർമ്മിക്കുക, അതൊക്കെ ഒരു ലാസ്റ്റ് ഒരു റെമഡി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സാധാരണ അത് ചെയ്യുന്നത്. കിടങ്ങുകൾ നിർമ്മിക്കുക. അപ്പോൾ ആ കിടങ്ങുകൾ നിർമ്മിച്ചാലൊന്നും ഇവർക്ക് തീരെ വരാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഫണ്ട് അവരതിന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ ഫണ്ട് ഇപ്പോൾ ജനങ്ങളൊക്കെ എല്ലാവരും ഇന്ത്യയിലൊക്കെ ഫുള്ള് എല്ലാവരും നികുതി അടയ്ക്കുന്നവരല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് വേണ്ട വെള്ളം ഒരുക്കുക, കാടിനുള്ളിൽ അതുപോലെ ഭക്ഷണം ഒരുക്കുക. അവരും സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. മൃഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാലോ, മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ്. ഒരിക്കലും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകണം. നമ്മൾ മനുഷ്യരെ മാത്രം കുറിച്ച് ചിന്തിച്ചാൽ പോരാ. മൃഗങ്ങൾ അവരും ജീവനുള്ളവർ തന്നെയാണ്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സ്നേഹത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം. എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ്, സ്നേഹം. മനസ്സിലായില്ല? ഇപ്പം നമുക്കറിയാലോ ഈ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ സ്നേഹമാണ് മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരാതെ ഈ രാഷ്ട്രീയ പോരടിക്കാതെ നമ്മൾ ഇതിൽ പരിഹാരത്തിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഗവൺമെൻറ്റിനോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസായിട്ട് ഇനിയും ഞാൻ വരും. അതുവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ബൈ.